നമസ്കാരം. നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. കർക്കടക മാസത്തിലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. കുംഭക്കൂറിൽ ജനിച്ചവർ, കുംഭക്കൂറിലുള്ള പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ അധികാരമുള്ള പദവിയിൽ ശോഭിക്കാനും കഴിവ് തെളിയിക്കാനും പറ്റിയ ധാരാളം പുതിയ അവസരങ്ങൾ വന്നെത്തുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ വർദ്ധിക്കും. ദൂരദിക്കുകളിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥാനം മാറ്റം കിട്ടുന്നതാണ്. വ്യാഴവും ശുക്രനും ശുഭാവത്തിനാകയാൽ മക്കളുടെ സംബന്ധിച്ച മനപ്രയാസങ്ങളിൽ ചിലതിനെങ്കിലും പരിഹാരം കിട്ടും. ആരംഭിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ പൂർത്തീകരിക്കാനാകും. ധനപരമായ അത്ര മോശം സമയമല്ല, എന്നാൽ കൂട്ടുകെട്ടുകളിൽ കരുതലുകൾ ഉണ്ടാവണം. രാഹുവും ശനിയും സ്വാധീനം ചെലുത്തുന്നത് ദുഷ്പ്രേരണകളെ സൂചിപ്പിക്കുന്നു. അന്യദിക്കുകളിൽ നിന്നും ഉറ്റവരുടെ സഹായം കിട്ടിയേക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അല്പം കരുഷ്യം കലരാനിടയുണ്ട്. ഇതിന് നമ്മൾക്ക് ഇപ്പോൾ 2 ശനികാലവും കൂടിയാണ്. ഇതിന് നമ്മൾക്ക് പരിഹാരം എന്തെന്നാൽ ക്ഷേത്ര ദർശനം തന്നെ. വേറെ ഒരു വഴിയുണ്ട്. ക്ഷേത്ര ദർശനം വഴി ചെറിയ ചെറിയ തടസ്സങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ചെറിയ തടസ്സങ്ങളോ ചെറിയ തർക്കങ്ങളൊക്കെ നമുക്ക് അതുവഴി മാറിക്കിട്ടുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദേശ ജോലി ചെയ്യുന്നവർ അവർക്ക് അവരുടെ തൊഴിൽ ശോഭിക്കാൻ കഴിയും. ചുമതലകൾ അധികമായി ലഭിക്കാനും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടെന്നൊരു സാഹചര്യവും വരുന്നതാണ്. പക്ഷേ അത് നമുക്ക് നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ ഉള്ള ഒരു അവസരവും കൂടിയാണ്. ചിലപ്പോൾ മറ്റ് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വേഗത കുറവോ എന്തോ അത് നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് മേലുദ്യോഗസ്ഥർക്ക് തൃപ്തി വരുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനും കഴിയുന്നതാണ്. അതുകൊണ്ട് വിദേശത്ത് നിൽക്കുന്നവർക്കാണ് കൂടുതലും അത്. നമ്മളെ ഏൽപ്പിക്കുന്ന ടാസ്ക് മംഗളമായി നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുത്ത് അത് വിജയിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. ഇനി ഞങ്ങൾ ഈ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ചിങ്ങമാസ ഫലങ്ങളിലേക്കും അടുത്ത മലയാള വർഷത്തേക്കുള്ള ഫലങ്ങളിലേക്കും നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ ഫുൾ ടീം അതിൻ്റെ പണിപ്പുരയിലാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാനായിട്ട് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ ഈ വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്നാൽ വളരെ ഉപകാരമാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ പറഞ്ഞതുപോലെ പൂരിട്ടാതി നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നിർബന്ധമായും നടത്തുക. ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഹനുമാൻ സ്വാമി, മുരുകസ്വാമി ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തുന്നത് വളരെ ഗുണമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അല്പസ്വല്പം കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശിവപാർവതി ക്ഷേത്രത്തിലും പോകുന്നത് നല്ലതാണ്. സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് പൂമാല കൊടുക്കുന്നതും വളരെ ഉചിതമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.